Hi, future doctors. അപ്പോൾ നമ്മൾ നീറ്റ് 2027ലേക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവാണ് അല്ലേ? അപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതായത് എസ്പെഷ്യലി നമ്മൾ നീറ്റ് 2027ലേക്കുള്ള സീരിയസ് ആയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷനിൽ കയറുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം? ഓഫ് കോഴ്സ് മക്കൾ ഏത് ബാച്ചാണ് ജോയിൻ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാകും. ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ധീര, ഫിനിക്സ്, സൂപ്പർ കിങ്സ്, കിങ്സ് 11 എല്ലാ ബാച്ചസും റണ്ണിങ് ആണ് അല്ലേ? അപ്പോൾ പിന്നെ ചിലപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ ഹൈബ്രിഡ് സെന്റേഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവരുണ്ടാകും. ഈവൻ സൈലമിയൻസ് അല്ലാത്ത മക്കൾ ഉണ്ടാകും ഈ വീഡിയോ കാണുന്നവര്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ സീരിയസ് ആയിട്ട് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ റീനീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് വിച്ച് NCERT യു ഷുഡ് ഫോക്കസ് ഓൺ. അപ്പോൾ നമ്മൾ നീറ്റിന്റെ ഈ റീനീറ്റിന്റെ ക്വസ്റ്റൻ ആണെങ്കിലും നീറ്റ് മെയ് 3 നടന്ന നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഇഫ് യു സീ എസ്പെഷ്യലി ഇൻ ബോട്ടണി നമുക്ക് ഫാമിലീസ് പഠിക്കാനുണ്ടല്ലോ. മോർഫോളജിയിൽ പ്ലാൻ ഫാമിലീസ് പഠിക്കാനുണ്ട്. അതിൽ നമുക്കറിയാം കഴിഞ്ഞ 2 വർഷം മുമ്പ് നീറ്റിന്റെ സിലബസ് അപ്ഡേറ്റ് ചെയ്തപ്പം അതിൽ കുറെ പുതിയ ഫാമിലീസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി സിലബസിൽ ഉണ്ടായിരുന്ന ഫാമിലീസ് ആയിരുന്നു ഫേബേസി, സോളനേസി, ലിലിയേസി ആസ് പെർ NCERT. അപ്പൊ അവരെന്ത് ചെയ്തു? നീറ്റ് സിലബസിൽ നിന്നും NTA വെബ്സൈറ്റിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തു. നീറ്റ് സിലബസിൽ നിന്നും ഈ സോളനേസി, ലിലിയേസി ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഫാബേസിയനെ അവിടെ റിറ്റൈൻ ചെയ്തു. എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്ത ഫാമിലീസ് ആയിരുന്നു നമ്മുടെ ആസ്റ്ററേസിയെ, ക്രൂസിഫെറെ, പോയേസിയെ, പിന്നെ എന്താണ് നമ്മുടെ മാൽവേസിയെ, അങ്ങനെ കുറച്ച് പുതിയ ഫാമിലീസ് ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ പുതിയ എല്ലാം കൂടി ചേർന്ന ഒരു 5 ഫാമിലീസ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് നീറ്റ് എക്സാം ഹാളിലേക്ക് പോയത്. പക്ഷെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ പുതിയ ഫാമിലീസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിച്ചിട്ടുള്ളത് ഫേബേസി എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിലോ സോളനേസി എന്ന് ക്വസ്റ്റ്യൻ വന്നു. ആസ് പെർ നീറ്റ് സിലബസ് സോളനേസിയെ ശരിക്കും NTA വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത നീറ്റ് സിലബസ് അനുസരിച്ചിട്ട് സോളനേസിയ ഫാമിലി നീറ്റ് സിലബസിൽ ഇല്ല. ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻസ് കെയിം ഫ്രം ദാറ്റ്. വൈ? ബിക്കോസ് NCERT ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് NCERT പോലും പ്ലാൻ ഫാമിലീസിൽ നമുക്ക് 2 ഫാമിലീസേ പഠിക്കാനുള്ളൂ. മോർഫോളജി ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. വൺ ഇസ് ഫേബേസിയെ and the other one is Solanaceae. So which is a very clear proof that we should stick to the new updated NCERT. അപ്പോൾ ലേറ്റസ്റ്റ് NCERT അപ്ഡേറ്റ്സ് എല്ലാം മക്കൾ നോക്കുക. ഇത് ബോട്ടണിയിൽ മാത്രമല്ല, ഇഫ് യു ലുക്ക് അറ്റ് സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാത്തിലും അപ്ഡേറ്റഡ് ലേറ്റസ്റ്റ് NCERT മാറ്റങ്ങളാണ് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മക്കൾ അപ്ഡേറ്റഡ് NCERT വായിച്ച് പഠിക്കാൻ നോക്കുക. ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് നോട്ട് ഫോക്കസ് എ ലോട്ട് ഓൺ ദോസ് ടോപ്പിക്സ്. ഏതെങ്കിലുമൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ട്രൈ ലേണിംഗ് ദോസ് ടോപ്പിക്സ്. സോ NCERT റീഡിംഗ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അപ്ഡേറ്റഡ് NCERT ഫോളോ ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നീറ്റിൽ എപ്പോഴും പഠിക്കുമ്പോൾ പറയും നമ്മൾ 11th 12th ടോപ്പിക്സ് ഈക്വൽ വെയിറ്റേജ് ആണെന്നൊക്കെ. ആൻഡ് നമ്മൾ എല്ലാ ബാച്ചിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 12 ടോപ്പിക്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ മക്കൾ നോക്കിക്കേ, ഈ പ്രാവശ്യത്തെ റീനീറ്റ് എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ 64% ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് +1 ടോപ്പിക്സിൽ നിന്നും ഒരു 35%ഓളം +2 ടോപ്പിക്സിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഈക്വൽ വെയിറ്റേജ് ആണ്. യെസ്, നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം. ബട്ട് സ്റ്റിൽ ഇഫ് യു സീ +1 ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. എസ്പെഷ്യലി ബോട്ടണിയിൽ നോക്കുകയാണെങ്കിൽ പ്ലാൻ ഫിസിയോളജി, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, പ്ലാൻ ഗ്രോത്ത് ഒക്കെ ആ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. നമ്മൾ നോക്കുമ്പം നമ്മുടെ ഫോട്ടോസിന്തസിസ് വന്ന ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ വർഷം ദേ ഹാവ് ട്രൈഡ് സംതിങ് ന്യൂ ലൈക്ക് സീക്വൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. സീക്വൻസ് ബേസ്ഡ് മുമ്പും വന്നിട്ടുണ്ട്. ഇപ്പം മൈക്രോസ്പോറോജൻസിന്റെ സീക്വൻസ് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മിയോസിസ് 2ന്റെ സീക്വൻസ് അറേഞ്ച് ചെയ്യുക. സീക്വൻസ് ബേസ്ഡ് മുമ്പും വരാറുണ്ട് ഡിഫറെന്റ് സ്റ്റേജസ് കൊടുത്തിട്ട്. പക്ഷെ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസിലെ എക്സ്പെരിമെന്റ്സ് കൊടുത്തു അല്ലെ. നമ്മളതിൽ ഏർലി എക്സ്പെരിമെന്റ്സ് പഠിക്കുന്നുണ്ട്. ഓരോ സയന്റിസ്റ്റിന്റെ ഇയർ അനുസരിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ എക്സ്പെരിമെന്റ്സിന്റെ ഓർഡർ ഓഫ് എന്താ പറയുക, ഓരോ എക്സ്പെരിമെന്റ്സിലും ഓരോ ഇൻവെൻഷൻസ് വന്ന ആ ഓർഡർ അനുസരിച്ചിട്ട് നമ്മളോട് അറേഞ്ച് ചെയ്യാനായിരുന്നു പറഞ്ഞത്. അത് നമ്മൾ ശരിക്കും എക്സ്പെക്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ബോട്ടണിയിൽ. ഇതുവരെ നമ്മൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. സോ ദേ ഹാവ് ട്രൈഡ് സംതിങ് ന്യൂ വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ പഠിക്കുന്ന ഈ ഓരോ ഇയേഴ്സും വർഷങ്ങൾ പഠിക്കുകയാണെങ്കിലും ഈ ഓർഡർ ഓഫ് ഡിസ്കവറീസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്ത് ഈ ചെറിയ ഡീറ്റെയിൽസ്, സ്മോൾ ഡീറ്റെയിൽസ് ഇഗ്നോർ ചെയ്യാതെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അഗെയിൻ ദെയർ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് യുവർ NCERT. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കണ്ട ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് ന്യൂമറിക്കൽസ്. അതായത് കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതലും അസേർഷൻ, റീസൺ, മൾട്ടി സ്റ്റേറ്റ്മെന്റ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്ടിരുന്നിട്ടില്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറച്ച് കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബോട്ടണിയിൽ. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഇഫ് യു സി ബോട്ടണി നമുക്ക് അങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്നും പറയാൻ പറ്റില്ല. ഒരു മോഡറേറ്റ് പേപ്പർ ആയിരുന്നു അല്ലേ.
ആൻഡ് കൂടുതൽ ഫോക്കസ് അവർ കാണിച്ചത് ഏത് ഏരിയയിൽ നിന്നായിരുന്നു, കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് +1 ടോപ്പിക്സിൽ നിന്നും അതേപോലെ തന്നെ പ്ലാൻ ഫിസിയോളജി പാർട്ടിൽ നിന്നായിരുന്നു. ആൻഡ് all the questions if you see, nothing has come out of NCERT, nothing has come out of syllabus എന്ന് പറയുമ്പോൾ സോളനേസിയ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ദാറ്റ്സ് ലൈക്ക് നോട്ട് ഔട്ട് ഓഫ് NCERT. സോ പ്യുവർലി പുതിയ NCERT ബേസിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്ലീസ് മേക്ക് ഷുവർ യു ഹാവ് ദ ലേറ്റസ്റ്റ് NCERT ബുക്ക് ഓർ ദ ഡൗൺലോഡഡ് വേർഷൻ വിത്ത് യു. സ്റ്റാർട്ട് റീഡിങ് ദാറ്റ് ആസ് യു ലേൺ ദ ചാപ്റ്റേഴ്സ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ +1 അത് വരില്ല, +2 എന്നായിരിക്കും അധികം ക്വസ്റ്റ്യൻ വരുന്നത്, അങ്ങനെ വിചാരിക്കാണ്ട് രണ്ടും നന്നായിട്ട് പഠിക്കുക, തെറോ ആയിട്ട് പഠിക്കുക. ആൻഡ് ഓൾവേസ് ഹാവ് എ ലുക്ക് അറ്റ് ദ PYQs. ഇപ്രാവശ്യം ഇവരിപ്പം +1 കൂടുതൽ ചോദിച്ചതുകൊണ്ട് അത് തന്നെ അടുത്ത പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. അടുത്ത പ്രാവശ്യം മേ ബി +2 എന്നായിരിക്കും കൂടുതൽ. പക്ഷേ കോൺസെപ്റ്റ് നല്ല ഡീപ്പാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എസ്പെഷ്യലി നമുക്കറിയാം ആ സയന്റിസ്റ്റിന്റെ ഡിസ്കവറീസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന സീക്വൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം, ആ ഇയേഴ്സ് വരെ നമുക്ക് ഓർമ്മയുണ്ടാവണം. അപ്പോൾ ആ ഒരു ലെവലിൽ മക്കൾ ഡീപ്പ് കോൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഇതേപോലെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിന് മക്കൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരുപാട് എക്സാംസ് നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആപ്പിലും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. And I wish you the very best as we begin the classes of our new batches. എല്ലാവർക്കും I am wishing you the very best. Good luck.